രണ്ടാം അധ്യായത്തിലേക്ക് കടക്കുന്നു. പാഠത്തിൻ്റെ പേര് ബഹുജന മാധ്യമങ്ങളും സമൂഹവും, മാസ് മീഡിയ ആൻഡ് സൊസൈറ്റി. നമ്മളുടെ വ്യക്തിജീവിതത്തിൽ എന്ന പോലെ സമൂഹത്തിലും മാധ്യമങ്ങൾക്ക് വലിയൊരു സ്ഥാനമുണ്ട്. സമൂഹത്തിൽ ബഹുജന മാധ്യമങ്ങൾ വഹിക്കുന്ന പങ്ക് എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് മുൻപായി ഏതൊക്കെയാണ് വിവിധ തരത്തിലുള്ള ബഹുജന മാധ്യമങ്ങൾ എന്നും അവയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്നും നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിലേക്ക് നമുക്ക് കടക്കാം. അതിനു മുൻപായി ഒരു ചോദ്യം. ബഹുജന മാധ്യമങ്ങളിൽ ഏറ്റവും പഴക്കം ചെന്ന മാധ്യമം ഏതാണെന്ന് അറിയാമോ? എനി ഗെസ്? നമുക്ക് കണ്ടു നോക്കാം, അല്ലേ? ബട്ട് ബിഫോർ ദാറ്റ് യു ഷുഡ് നോ വാട്ട് ആർ ദ വേരിയസ് types of mass media. They are traditional media, print media, electronic media and new media. ഏതൊക്കെയാണ് വിവിധ തരത്തിലുള്ള ബഹുജന മാധ്യമങ്ങൾ? പരമ്പരാഗത മാധ്യമങ്ങൾ, അച്ചടി മാധ്യമങ്ങൾ, ഇലക്ട്രോണിക് മാധ്യമങ്ങൾ, നവമാധ്യമങ്ങൾ. ഇതിൽ ആദ്യത്തേത് നോക്കാം. പരമ്പരാഗത മാധ്യമങ്ങൾ. എന്താണ് പരമ്പരാഗത മാധ്യമങ്ങൾ അഥവാ ട്രഡീഷണൽ മീഡിയ? നിങ്ങൾക്ക് സുപരിചിതമായ ചില പരമ്പരാഗത മാധ്യമങ്ങൾ ഇവിടെ പറയാം. ഒപ്പന, മാർഗംകളി, കോൽക്കളി, ദഫ്മുട്ട്, അറബനമുട്ട് ഇവയൊക്കെ കലോത്സവ വേദികളിൽ നിങ്ങൾ കണ്ടിട്ടുള്ളവയാണല്ലോ. നിങ്ങളിൽ പലരും ഇവ വേദിയിൽ അവതരിപ്പിച്ചിട്ടുമുണ്ടാവും. ഇവ പരമ്പരാഗത മാധ്യമങ്ങളിൽ ചിലത് മാത്രമാണ്. ഇനി കൂടുതൽ മാധ്യമങ്ങളെ പരിചയപ്പെടാം. കൂടാതെ അവയുടെ സവിശേഷതകളും മനസ്സിലാക്കാം. ട്രഡീഷണൽ മീഡിയ ആർ ദ ഓൾഡസ്റ്റ് എമംഗ് ഓൾ അതർ മാസ് മീഡിയ. ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം കിട്ടിയല്ലോ. ബഹുജന മാധ്യമങ്ങളിൽ ഏറ്റവും പഴക്കം ചെന്ന മാധ്യമം ഏതാണ് എന്നായിരുന്നു ചോദ്യം. ഉത്തരം പരമ്പരാഗത മാധ്യമങ്ങൾ. They are connected with the folk art forms of the society. ഇവ നമ്മുടെ സമൂഹത്തിലെ നാടൻ കലാരൂപങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതായത് ഒരു പ്രദേശത്തെ തനത് കലാരൂപങ്ങളായിരിക്കും ഇവ. They help to transmit rich heritage and culture of a society in the form of dance, drama, songs and stories from one generation to another. ഇവ ഒരു സമൂഹത്തിൻ്റെ സംസ്കാരവും അതിൻ്റെ സമ്പുഷ്ടമായ പൈതൃകവുമെല്ലാം കഥയുടെയും പാട്ടിൻ്റെയും അഭിനയത്തിൻ്റെയും നൃത്തത്തിൻ്റെയും എല്ലാം രൂപത്തിൽ പുതുതലമുറയ്ക്ക് കൈമാറുന്നു. So, in that sense, we can say that they are meant for providing information, education and entertainment for the people. ഇത്തരത്തിൽ ജനങ്ങൾക്ക് അറിവും വിദ്യാഭ്യാസവും പകർന്നു നൽകുന്നതോടൊപ്പം അവരെ വിനോദിപ്പിക്കുക കൂടി ചെയ്യുന്നുണ്ട് ഇത്തരം മാധ്യമങ്ങൾ. Let's see what are the usual contents of folk media. The contents of folk media are closely connected with the rituals of an agrarian society. Most of the folk art forms are performed to please a particular god or goddess. They also focus on the stories of marginalized groups in a feudal system existed at that time. കാർഷിക അഭിവൃദ്ധിക്കും രോഗമുക്തിക്കും സമൂഹത്തിന് നന്മ വരുന്നതിനുമെല്ലാം ദൈവത്തെ പ്രീതിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി ഇത്തരം കലാരൂപങ്ങൾ നടത്തി വന്നിരുന്നു. കൂടാതെ ജന്മിത്ത വ്യവസ്ഥിതിയിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളുടെ, അതായത് മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട ജനസമൂഹത്തിൻ്റെ കഥകളും ഇത്തരം മാധ്യമങ്ങൾ പ്രമേയമാക്കിയിരുന്നു. ഫോർ എക്സാമ്പിൾ, ഇൻ കാക്കാരിശി നാടകം, the plot is that Lord Shiva and Parvati are born among Kakalas. Kakalas are a nomadic tribe of fortune tellers. It focuses on the difficulties they face in their daily life only because of their being born in a less privileged community. Social criticism and satire are the main elements of the play. ശിവനും പാർവതിയും നാടോടി വിഭാഗത്തിൽപ്പെടുന്ന കാക്കാലന്മാരുടെ ഇടയിൽ ജനിക്കുന്നതും
അതുമൂലം സമൂഹത്തിൽ അവർ അനുഭവിക്കുന്ന ഒറ്റപ്പെടലുകളും വിഷമതകളുമെല്ലാമാണ് കാക്കാരശ്ശി നാടകത്തിന്റെ പ്രമേയമായി വരുന്നത്. സാമൂഹിക വിമർശനവും ആക്ഷേപഹാസ്യവുമാണ് ഇതിന്റെ സവിശേഷതകൾ. Another important example for traditional medium is Theyyam. The word Theyyam means God. It's a ritual dance performed in northern Kerala to appease the god and seek their blessings. സമൂഹത്തിൽ സമാധാനവും ഐശ്വര്യവും ഉണ്ടാകാൻ ദൈവങ്ങളെ പ്രീതിപ്പെടുത്തുന്നതിന് വടക്കൻ കേരളത്തിൽ അരങ്ങേറുന്ന ഒരു നാടൻ കലാരൂപമാണ് തെയ്യം. തെയ്യം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ദൈവം എന്നാണ്. തിറ. Thira is also a ritual art form from northern Kerala for pleasing God. ദൈവങ്ങളെ പ്രീതിപ്പെടുത്തുവാനായി കെട്ടിയാടുന്ന വടക്കൻ കേരളത്തിലെ മറ്റൊരു നാടൻ കലാരൂപമാണ് തിറ. മുടിയേറ്റ്. മുടിയേറ്റ് is a ritual dance mostly performed in the Ernakulam and Kottayam districts of Kerala. It depicts the war between goddess Kali and demon Dariga. ഭദ്രകാളിയും അസുരനായ ദാരികനും തമ്മിലുള്ള യുദ്ധമാണ് തെക്കൻ കേരളത്തിൽ നടക്കുന്ന ഈ കലയുടെ പ്രമേയം. The next is Padayani. Padayani is popular in the central Travancore regions of Kerala, especially Pathanamthitta. The rituals of Padayani are a symbolic act for pleasing the goddess Bhadrakali, whose fury remains unabated even after she killed Dariga. ഇത് മധ്യ കേരളത്തിലെ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ അരങ്ങേറുന്ന ഒരു കലാരൂപമാണ്. ദാരികനെ കൊന്നിട്ടും കലിതുള്ളുന്ന ഭദ്രകാളിയെ പ്രീതിപ്പെടുത്താൻ ശിവനും മറ്റു ദൈവങ്ങളും ശ്രമിക്കുന്നതാണ് ഇതിൻ്റെ ഇതിവൃത്തം. ഇതുപോലെ ഒട്ടനവധി പരമ്പരാഗത മാധ്യമങ്ങളുണ്ട്. വളരെ പെട്ടെന്ന് ഒന്ന് പറഞ്ഞു പോകാം. ചവിട്ട് നാടകം, പരിചമുട്ടുകളി, കളമെഴുത്ത്, പുള്ളുവൻ പാട്ട്. കേരളത്തിൻ്റെ സാംസ്കാരിക തനിമ വിളിച്ചോതുന്ന പരമ്പരാഗത കലാരൂപങ്ങൾ ഇനിയും ഒട്ടനവധിയുണ്ട്. കൊയ്ത്തുപാട്ട്, തുമ്പിത്തുള്ളൽ, കളംപാട്ട്, നാഗപ്പാട്ട്, ഗദ്ദിക എന്നിവയെല്ലാം അവയിൽ ഉൾപ്പെടുന്നു. Now, let's analyze the characteristics of all these traditional media. The stage for performing traditional media is natural, known, and friendly. That is, the traditional media are indigenous, they are local in nature. So they are confined to limited local areas like street corners, temple premises, etc. And such areas are well known to the people of that locality. പരമ്പരാഗത കലാരൂപങ്ങളുടെ വേദികൾ അകൃത്രിമവും സുപരിചിതവും സൗഹാർദ്ദപരവുമായിരിക്കും. അതായത് കൃത്രിമമായി കെട്ടിപ്പടുക്കുന്ന വേദികളാവില്ല. സാധാരണയായി ഏതെങ്കിലും വീട്ടുമുറ്റത്തോ തെരുവു മൂലയിലോ ക്ഷേത്ര പരിസരത്തോ ഒക്കെയായിരിക്കും ഇവ അരങ്ങേറുക. The performers and audience are known to each other. നാടൻ കലയുടെ അവതാരകർ സാധാരണയായി കാണികൾക്ക് സുപരിചിതരായിരിക്കും. ഇത്തരം കലാരൂപങ്ങൾ മിക്കതും തന്നെ തലമുറകളിലൂടെ കൈമാറി വന്നതായിരിക്കും. ആ നാടിൻ്റെ തനത് കലാരൂപമായതുകൊണ്ട് തന്നെ ഇത് അവതരിപ്പിക്കുന്നവരും ഇത് കാണുന്നവരും പരസ്പരം അറിയാനുള്ള സാധ്യതയുമുണ്ട്. The contents are simple and familiar. The messages that are projected through folk media are usually on issues like agricultural development, healthcare, education, or are based on rituals to appease God. All these contents are familiar and are easily digestible for the people. Moreover, local dialects are used to bring about more clarity in imparting ideas. നാടൻ കലാരൂപങ്ങളുടെ ഉള്ളടക്കം വളരെ ലളിതവും പരിചിതവുമായിരിക്കും. കാർഷിക പുരോഗതി, ആരോഗ്യ പരിപാലനം,
വിദ്യാഭ്യാസം അല്ലെങ്കിൽ ദൈവങ്ങളെ പ്രീതിപ്പെടുത്തുന്നതിനുള്ള ഏതെങ്കിലും ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ ആയി ബന്ധപ്പെട്ട വളരെ ലളിതമായ വിഷയങ്ങളായിരിക്കും അവതരണത്തിന് തിരഞ്ഞെടുക്കുക. മാത്രമല്ല, പ്രാദേശിക ഭാഷ ഉപയോഗിക്കുക കൂടി ചെയ്യുമ്പോൾ വളരെ എളുപ്പത്തിൽ ജനങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനും സാധിക്കും. They are able to establish direct rapport with the audience. That is, they are close to the hearts and minds of people. They are that much intimate with the masses, especially rural audience. ഇവ കാണികളുമായി നേരിട്ടൊരു ബന്ധം സ്ഥാപിച്ചെടുക്കുന്നു. സിനിമയും ടെലിവിഷനും ഒന്നുമില്ലാതിരുന്ന കാലത്ത് ജനഹൃദയങ്ങളെ കീഴടക്കിയ മാധ്യമങ്ങളാണിവ. ഇന്ന് ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളുടെ അതിപ്രസരമുണ്ടായിട്ട് പോലും നാടൻ കലാരൂപങ്ങളെ ജനങ്ങൾ കൈവിട്ടിട്ടില്ല എന്ന് തന്നെ പറയാം. ഇനി അടുത്ത സവിശേഷത എന്താണെന്ന് നോക്കാം. മോസ്റ്റ് ഓഫ് ദ പെർഫോമൻസസ് ആർ സ്പോണ്ടേനിയസ് ആൻഡ് മെയ്ഡ് ഓൺ ദ സ്പോട്ട്. ഇവയിൽ ഭൂരിഭാഗവും മുൻകൂട്ടി ചിട്ടപ്പെടുത്താതെ തത്സമയം അവതരിപ്പിക്കുന്നവയായിരിക്കും. ആശയം വ്യക്തമാണല്ലോ. Folk media are flexible in accommodating new themes and content based on the level of audience. That means the performers can make changes in the content according to the level or interest of the audience. നാടൻ കല അവതരിപ്പിക്കുമ്പോൾ കാണികളുടെ താല്പര്യത്തിനനുസരിച്ച് ഉള്ളടക്കത്തിലും അവതരണത്തിലുമൊക്കെ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. പരമ്പരാഗത മാധ്യമങ്ങളുടെ ഒരു പ്രധാന സവിശേഷതയാണിത്. The next characteristic, feedback is immediate in folk media unlike mass media. പരമ്പരാഗത കലകൾ അവതരിപ്പിക്കുമ്പോൾ കാണികളുടെ പ്രതികരണം ഉടനടി ലഭ്യമാകുന്നു. നേരിട്ട് ജനങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത് കൊണ്ട് അവരുടെ പ്രതികരണം ലഭിക്കുന്നതിന് ഒട്ടും താമസമുണ്ടാകുന്നില്ല. They are a mix of several art forms like dance, drama, music, songs, etc. All these elements help to communicate messages in an effective manner. നൃത്തം, നാടകം, സംഗീതം, പാട്ടുകൾ തുടങ്ങി നിരവധി കലാരൂപങ്ങൾ ഇടകലർത്തിയാണ് ഇവ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫലപ്രദമായി ആശയങ്ങൾ ജനങ്ങളിൽ എത്തിക്കാൻ ഇത്തരം മാധ്യമങ്ങൾക്ക് എല്ലാ കാലത്തും സാധിക്കുന്നുണ്ട്. പരമ്പരാഗത കലാരൂപങ്ങൾ ഏതൊക്കെയാണ് എന്നും അവയുടെ സവിശേഷതകളുമൊക്കെ നിങ്ങൾക്ക് വ്യക്തമായല്ലോ. ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം.